സ്നേഹം 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 സഹജമായി ഉണരുന്ന സ്നേഹം, നന്മ നിറയ്ക്കുന്ന സ്നേഹം, നമ്മെ ഒന്നാക്കി കോർക്കുന്ന സ്നേഹം, ആത്മാവാൽ കോർത്തൊരു സ്നേഹം, ഈ വിശ്വനിർമ്മല സ്നേഹം, വിശ്വനിർമ്മല സ്നേഹം. സഹജമായി ഉണരുന്ന സ്നേഹം, നന്മ നിറയ്ക്കുന്ന സ്നേഹം, നമ്മെ ഒന്നാക്കി കോർക്കുന്ന സ്നേഹം, ആത്മാവാൽ കോർത്തൊരു സ്നേഹം, ഈ വിശ്വനിർമ്മല സ്നേഹം, വിശ്വനിർമ്മല സ്നേഹം, വിശ്വനിർമ്മല സ്നേഹം. ജയ് ശ്രീ മാതാജി. ആത്മസ്വരൂപരായ എല്ലാവർക്കും വീണ്ടും സഹജയോഗിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതുപോലെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും തന്നെ ഇതിനോട് തുടർച്ചയായിട്ട് പറയുന്ന ഒരു അഫർമേഷൻ നിങ്ങൾ പറയുന്നതിലൂടെ നിങ്ങളുടെ കുണ്ടലിനി എനർജി അവേക്കൻ ചെയ്യുകയും അതിലൂടെ നിങ്ങളുടെ ആത്മസാക്ഷാത്കാരം സാധ്യമാകുകയും ശ്രീ മാതാജിയുടെ കാരുണ്യത്താൽ അതിനുള്ള ആ ഒരു കൃപ നിങ്ങളിലേക്ക് എല്ലാവരിലേക്കും ചൊരിമാറാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളെല്ലാം തന്നെ എവിടെയൊക്കെയാണോ നിങ്ങളിരിക്കുന്നത് അവിടെ ഒന്നുകിൽ നിലത്ത് സൗകര്യപ്രദമായിട്ട് ഇത് കണ്ടുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന രീതിയിൽ നിങ്ങൾക്ക് ഇരിക്കാവുന്നതേ ഉള്ളൂ. അല്ല, കസേരയിൽ നിലത്തൊക്കെ ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് കസേരയിലിരിക്കാം. പ്രായഭേദമന്യേ വർഗലിംഗ ഭേദമന്യേ ഒന്നും തന്നെ ഇതിനൊരു ബാധകമല്ല. മനുഷ്യരായിട്ടുള്ള ആർക്കും ഈ ഹയ്യസ്റ്റ് കാര്യമായിട്ടുള്ള ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത് ശ്രമിക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ആദ്യം ഒന്ന് എന്താണ് നിങ്ങൾ പറയേണ്ട അഫർമേഷൻ എന്ന് വളരെ ലളിതമായിട്ട് നമ്മുടെ ഈ സിങ്കണൈസ് ചെയ്ത് ഈ എപ്പിസോഡിൽ തന്നെ കംപ്ലീറ്റ് നടക്കേണ്ട ഒരു കാര്യമായതുകൊണ്ട് കുറച്ച് നമ്മൾ സ്പീഡിൽ പോകാതെ നിവർത്തിയില്ല. അതുകൊണ്ട് ജസ്റ്റ് നിങ്ങളുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി ഞാൻ ആദ്യം ഒന്ന് പറയാം. രണ്ടാമത് കഴിയുന്നതും അത് കണ്ണടച്ചുകൊണ്ട് ഞാൻ പറയുന്നത് കേട്ടുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ ശ്രമിക്കാവുന്നതാണ്. ആദിശക്തിയുടെ കൃപയാലാണ് നമ്മളുടെ കുണ്ടലിനി എനർജി അവേക്കനിങ് എന്നത് സാധ്യമാവുന്നത്. നിങ്ങളുടെ വലത്തെ കൈയെടുത്തിട്ട് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഇടത് നെഞ്ചത്ത് വയ്ക്കുക. എന്നിട്ട് ചോദിക്കുക, ശ്രീ മാതാജി ആദിശക്തി കുണ്ടലിനി, അതായത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ശ്രീ മാതാജി ആദിശക്തി ആദി കുണ്ടലിനി നിങ്ങളുടെ ഉള്ളിൽ കുണ്ടലിനി എനർജിയായിട്ട് നമ്മളുടെ സ്പൈനൽ കോഡിൽ ഒന്നാമത്തെ എനർജി സെൻറ്റർ മൂലാധാര ചക്രത്തിന് മുകളിൽ കുടികൊള്ളുന്നുണ്ട്. അതൊക്കെ നമ്മൾ പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് അതിനെപ്പറ്റി സംസാരിക്കുന്നതാണ്. നിങ്ങൾ ചോദിക്കുക, ശ്രീ മാതാജി ഞാൻ ശുദ്ധമായ ആത്മാവാണോ എന്ന് 3 തവണ നമ്മുടെ ഇടത് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ചോദിക്കുക. അത് കഴിഞ്ഞ് കൈ പതുക്കെ നമ്മുടെ വയറിൻ്റെ ഇടത് ഭാഗത്ത് മുകളിലേക്ക് കൊണ്ടുവരിക. നമ്മളുടെ ഗുരു പ്രിൻസിപ്പിൾ ഇവിടെയാണ് കുടികൊള്ളുന്നത്. ഇവിടെ ചോദിക്കുക, ശ്രീ മാതാജി ഞാൻ എൻ്റെ ഗുരുവാണോ. വൺസ് നിങ്ങൾ കുണ്ടലിനി അവേക്കൻ ചെയ്ത് ധ്യാനത്തിലൂടെ ഉയരാൻ തുടങ്ങി കഴിയുമ്പോൾ നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ഗുരു. അതുകൊണ്ട് അവിടെ ചോദിക്കുക, ശ്രീ മാതാജി ഞാൻ എൻ്റെ ഗുരുവാണോ 3 തവണ ചോദിക്കുക. അത് കഴിഞ്ഞ് പതുക്കെ നമ്മുടെ കൈ അടിവയറ്റിൽ ഇടത് സൈഡിലേക്ക് കൊണ്ടുവരിക. അവിടെ അല്പം പ്രസ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് ഹൃദയത്തിൽ നിന്നും പൂർണ്ണമായ ഇച്ഛയോടുകൂടി നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മഹത്തായ മഹാനുഭവം ഉണ്ടാകാൻ പോകുന്നു എന്നുള്ള ആ ഒരു ഡിസയറോടുകൂടി അവിടെ ശ്രീ മാതാജി ആദിശക്തി കുണ്ടലിനിയോട് ചോദിക്കുക, ശ്രീ മാതാജി എനിക്ക് ശുദ്ധജ്ഞാനം തന്നാലും. നമ്മൾ സമൂഹത്തിൽ നിന്നും നമ്മൾ പഠിച്ച കുറേ കാര്യങ്ങളുണ്ട്, നമ്മൾ കണ്ടുവളർന്ന കുറേ കാര്യങ്ങളുണ്ട്, ആവശ്യമുള്ളതും ഇല്ലാത്തതുമൊക്കെ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ തലയിൽ നമ്മൾ കുത്തി നിറച്ചിട്ടുണ്ട്. അതിലൊക്കെ ഉപരി ശാശ്വതവും സത്യവുമായ ആ പരമസത്യത്തിലേക്ക് നമ്മളെ ഉയർത്താൻ തക്കവണ്ണം ആ ശുദ്ധജ്ഞാനം എന്നിൽ പകർന്നു തന്നാലും എന്ന് ശുദ്ധമായ ഇച്ഛയോടുകൂടി നിങ്ങൾ ഹൃദയത്തിൽ നിന്നും ആഗ്രഹിച്ചുകൊണ്ട് ചോദിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിലെ ആദിശക്തിയുടെ റിഫ്ലക്ഷനായിട്ടുള്ള കുണ്ടലിനി എനർജി നിങ്ങളിൽ ഫ്ലോ ചെയ്ത് തുടങ്ങും. അത് നിങ്ങളുടെ സൂക്ഷ്മ ശരീരത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നിങ്ങൾക്കത് അനുഭവിക്കുവാൻ കഴിയുന്നത് ചിലപ്പോൾ കുറച്ച് കൂടുതലായിരിക്കാം, കുറഞ്ഞിരിക്കും. എന്നാലും അത് ആ സമയത്ത്
എടുത്ത് മൂവ് ചെയ്ത് തുടങ്ങും. അത് കഴിഞ്ഞ് കൈ വീണ്ടും നിങ്ങൾ മുമ്പ് വെച്ച വയറിനെ ഇടത് ഭാഗത്ത് മോൾ ഭാഗത്തേക്ക് കൊണ്ടുവരിക. അവിടെ പൂർണ്ണമായ വിശ്വാസത്തോടു കൂടി നിങ്ങൾ പറയുക, ഞാൻ പൂർണ്ണമായും എൻ്റെ ഗുരുവാണ് ശ്രീ മാതാജി, അവിടുത്തെ കാരുണ്യത്താൽ ഞാൻ എൻ്റെ ഗുരുവാണ് എന്ന് 10 തവണ പറയുക. അത് കഴിഞ്ഞ് വീണ്ടും നെഞ്ചിൽ കൈവയ്ക്കുക, ഇടത് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറയുക, ശ്രീ മാതാജി അവിടുത്തെ കാരുണ്യത്താൽ ഞാൻ ശുദ്ധമായ ആത്മാവ് മാത്രമാണ് എന്ന് വളരെ പൂർണ്ണമായ കോൺഫിഡൻസോടുകൂടി 12 തവണ നിങ്ങൾ പറയുക. കാരണം നമ്മൾ ഈ കാണുന്ന മനസ്സോ ശരീരമോ അഹങ്കാരമോ പ്രതി അഹങ്കാരമോ സൂക്ഷ്മ ശരീരമോ സ്ഥൂല ശരീരമോ ഒന്നുമല്ല മാത്ത ശുദ്ധമായ ആത്മാവാണ്. ഗീതയിൽ ഭഗവാൻ പറഞ്ഞതുപോലെ ക്ഷേത്രജ്ഞനാകുന്നു ഞാൻ എന്ന് പറഞ്ഞതുപോലെ ക്ഷേത്രമാകുന്ന നമ്മുടെ ശരീരത്തിൽ അന്തരാത്മാവായി വസിക്കുന്ന ക്ഷേത്രജ്ഞനാകുന്ന ആ ദൈവമാകുന്നു നമ്മുടെ യഥാർത്ഥ സ്വരൂപം. അതുകൊണ്ട് തന്നെ അവിടെ പറയുക, ഞാൻ ശുദ്ധമായ ആത്മാവാണ്. അത് കഴിഞ്ഞ് കൈ പതുക്കെ നമ്മുടെ ഇടത് സൈഡിലൂടെ എടുക്കുക, വലത് സൈഡിലേക്ക് നമ്മളുടെ കഴുത്തൽപ്പം തിരിച്ചു വയ്ക്കുക. എന്നിട്ട് നമ്മളുടെ തലയുടെ പുറകിൽ ആ സുഷുമ്നാനാഡിയുടെ ഭാഗത്ത് നമ്മൾ സ്വല്പം പ്രസ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് അവിടെ 16 തവണ നമ്മുടെ ഹൃദയത്തിൽ നിന്നും പറയുക. കാരണം കുണ്ടലിനി അവേക്കൻ ചെയ്യുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ എല്ലാം രണ്ടാം ജന്മമായിട്ട് എല്ലാ സ്ക്രിപ്റ്റേഴ്സിലും പുനർജന്മം എന്നൊക്കെയുള്ള പല നാമത്തിൽ പലയിടത്തും നാമകരണം ചെയ്തിട്ടുണ്ടെങ്കിലും അത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് നമ്മളിലെ കുണ്ടലിനി അവേക്കനാകുമ്പോഴാണ്. അത് നമ്മൾ കുണ്ടലിനി അവേക്കനിങ് സംഭവിക്കുക എന്ന് പറയുന്നത് അത് നമ്മളുടെ രണ്ടാം ജന്മമാണ്. നമ്മൾ ആത്മാവായിട്ട് ആ നിമിഷം മുതൽ നമ്മളുടെ യാത്ര തുടങ്ങിയാണ്. ആത്മാവ് നിത്യമാണ്, ശുദ്ധമാണ്, സത്യമാണ്, അതിനെ ഒന്നും തന്നെ ബാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അറ്റൻഷൻ, നിങ്ങളുടെ ശ്രദ്ധ ഈ നിമിഷം മുതൽ ആത്മാവിലേക്ക് തിരികെയും നിങ്ങളുടെ കുണ്ടലിനി അവേക്കൻ ചെയ്യുകയും ചെയ്യുന്ന ഈ നിമിഷം മുതൽ നിങ്ങൾ പൂർണ്ണമായും ഈ നിമിഷം വരെയുള്ള നിങ്ങളുടെ ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും ആർജിച്ച സർവ്വശാപ പാപദോഷങ്ങളിൽ നിന്നും നിങ്ങൾ പരിപൂർണരായിട്ടും മുക്തരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളവിടെ പൂർണ്ണമായ വിശ്വാസത്തോടുകൂടി 16 തവണ പറയുക, ഞാൻ പൂർണ്ണമായും നിർദോഷിയാണ് ശ്രീ മാതാജി ആദികുണ്ടലിനി, അവിടുത്തെ കാരുണ്യത്താൽ ഞാൻ പൂർണ്ണമായും നിർദോഷിയാണ് എന്ന് 16 തവണ പറയുക. കാരണം നിങ്ങൾ യാതൊരു കുറ്റവും ചെയ്തിട്ടില്ലാത്ത, യാതൊരു കുറ്റബോധവുമില്ലാത്ത ശുദ്ധമായ ആത്മാവാകിയാൽ നിങ്ങൾ 16 തവണ പറയുക, ഞാൻ പൂർണ്ണമായും നിർദോഷിയാണ്. അത് കഴിഞ്ഞ് കൈയെടുക്കുക, കൈ നല്ലവണ്ണം സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. എന്നിട്ട് കൈ നമ്മുടെ നെറ്റിയിൽ വയ്ക്കുക. നെറ്റിയിൽ വെച്ചിട്ട് നെറ്റി നല്ലവണ്ണം നമ്മുടെ കയ്യിലേക്ക് പ്രസ് ചെയ്തിരിക്കട്ടെ. എന്നിട്ട് അവിടെ പറയുക, ശ്രീ മാതാജി അവിടുത്തെ കാരുണ്യത്താൽ ഞാൻ എന്നോടും മറ്റ് സർവ്വരോടും ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയുക. ഹൃദയത്തിൽ നിന്നും പൂർണ്ണമായും, എത്ര തവണയെന്നില്ല. നമ്മുടെ ആജ്ഞാചക്രയ്ക്ക് 2 ദളങ്ങളാണ്, എന്നാലും അവിടെ എത്ര തവണയെന്നില്ല മറ്റ് സർവ്വരോടും ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയുക. ഹൃദയം പൂർണ്ണമായും ശൂന്യമായി കംഫർട്ടബിളായി എന്ന് തോന്നുമ്പോൾ കൈയെടുക്കുക, നമ്മുടെ പുറകിൽ ആ നെറ്റിയുടെ നേരെ പുറകിൽ വയ്ക്കുക, തലയൽപ്പം മുകളിലേക്ക് പിടിക്കുക. എന്നിട്ട് സർവശക്തനാകുന്ന ദൈവത്തിനോട്, ശ്രീ മാതാജി അറിഞ്ഞോ അറിയാതെയോ ഈ ജന്മമോ കഴിഞ്ഞ ജന്മമോ ഒക്കെ ആയിട്ട് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് പൊറുക്കണമേ എന്ന് അപേക്ഷിക്കുക. കാരണം നമ്മുടെ ഹയ്യസ്റ്റ് കാര്യമായിട്ടുള്ള സെൽഫ് റിയലൈസേഷൻ നമുക്ക് അനുഭവനീയമാകുന്നതിന് മുമ്പ് നമ്മളുടെ എല്ലാ കുറ്റബോധങ്ങളും നീക്കി എല്ലാവരോടും ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്തതിന് ശേഷം നമ്മളെ കൈ നല്ലവണ്ണം നിവർത്തിപ്പിടിക്കുക. നമ്മുടെ തലയിൽ നമ്മുടെ ആ ബ്രഹ്മരന്ധ്ര എന്ന് പറയുന്ന ആ ഇപ്പോഴും സോഫ്റ്റായിട്ടുള്ള കുഞ്ഞുനാളിലൊക്കെ നമ്മളുടെ കുട്ടികളിലൊക്കെ എണ്ണ വെച്ച് കൊടുക്കുമ്പോൾ ഒരു സ്പന്ദനം നിങ്ങൾക്ക് അനുഭവിക്കാവുന്ന വളരെ സോഫ്റ്റായിട്ടുള്ള ഒരു സ്ഥലമുണ്ട്. അവിടെ ആ ബ്രഹ്മരന്ധ്രയുടെ അവിടെ നിങ്ങൾ കൈ നല്ലവണ്ണം നമ്മുടെ ഉള്ളം കൈ പ്രസ് ചെയ്ത് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. എന്നിട്ട് പതുക്കെ തല സ്വല്പം ഭൂമിയിലേക്ക് താഴ്ത്തി വെച്ചുകൊണ്ട് ഇങ്ങനെ അവിടെ പ്രസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഒരു ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യുക, വലതു ഭാഗത്ത് റൊട്ടേറ്റ് ചെയ്യുക. അവിടെ ആ ബ്രഹ്മരന്ധ്രയുടെ ഭാഗം അല്പം ഒന്ന് മസാജ് ചെയ്യുക. അവിടെ നിങ്ങൾ എന്നിട്ട് റിക്വസ്റ്റ് ചെയ്യുക, ശ്രീ മാതാജി ആദിശക്തി അവിടുന്ന് എനിക്കെൻ്റെ ആത്മസാക്ഷാത്കാരം സാധ്യമാക്കി തന്നാലും, ശ്രീ മാതാജി എനിക്കെൻ്റെ ആത്മസാക്ഷാത്കാരം തന്നാലും, ജീവിതത്തിൽ ഏറ്റവും ഹയസ്റ്റായിട്ടുള്ള നമ്മൾ ആരാണെന്നറിയാനുള്ള അനുഭവനീയമാകുവാനുള്ള ആ ബോധത്തിന് വേണ്ടി നിങ്ങൾ ശ്രീ മാതാജിയോട് റിക്വസ്റ്റ് ചെയ്യുക. ശ്രീ മാതാജി പ്ലീസ് ഗീവ് മീ മൈ സെൽഫ് റിയലൈസേഷൻ, ശ്രീ മാതാജി എനിക്കെൻ്റെ ആത്മസാക്ഷാത്കാരം തന്നാലും എന്ന് റിക്വസ്റ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പതുക്കെ കൈ ഒരു 1 ഇഞ്ച് 1.5 ഇഞ്ച് മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് ഉയർത്തി അവിടെ ഇങ്ങനെ ഒബ്സർവ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ആ മഹനീയ ശക്തി, കുണ്ടലിനി ശക്തി നിങ്ങളുടെ ബ്രഹ്മരന്ധ്രം ഭേദിച്ച് ഒരു ചെറിയ രീതിയിലായിരിക്കും നിങ്ങൾക്ക് ആദ്യമൊക്കെ അത് അനുഭവപ്പെടുക. ചൂടോ തണുപ്പോ ഒക്കെ ആയിട്ട് അവിടെ നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യാൻ പറ്റും. തണുപ്പ് നിങ്ങൾക്ക് അവിടെ ഫീൽ ചെയ്യുന്നുണ്ടാവാം. നിങ്ങൾ അത് ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കുക. ഈ കൈ വെച്ച് നമ്മൾ പ്രസ് ചെയ്തുകൊണ്ട് ഇവിടം ചിലപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി സ്വല്പം ചൂടൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾ വേണമെങ്കിൽ ആ കൈ താത്തു വെച്ചിട്ട് ഇടത്തെ കൈ കൊണ്ട് നിങ്ങൾക്ക് പതുക്കെ അത് ഇങ്ങനെ പതുക്കെ ഒബ്സർവ് ചെയ്ത് ഫീൽ ചെയ്യാൻ പറ്റും. അത് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കൈ രണ്ടും താത്തു വയ്ക്കുക. എന്നിട്ട് പതുക്കെ നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ ഇടത്തെ കൈയുടെ ഉള്ളം കൈയിലേക്ക് ശ്രദ്ധ കൊടുക്കുക. എന്നിട്ട് പതുക്കെ വലത്തെ കൈയിലേക്ക് ശ്രദ്ധ കൊടുക്കുക.
എന്നിട്ട് പതുക്കെ നമ്മുടെ ശ്രദ്ധ നമ്മുടെ മൂർധാവിൽ നമ്മൾ ഇത് ചൂടോ തണുപ്പോ ഒക്കെ ഫീൽ ചെയ്ത് അവിടേക്ക് കൊണ്ടുവരിക, എന്നിട്ടിരുന്ന് ധ്യാനം ചെയ്യാം. ഇങ്ങനെ ധ്യാനം ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് യോഗ പ്രാപിച്ചുകൊണ്ടുള്ള ആ ധ്യാനാവസ്ഥ നിങ്ങൾക്ക് സാധ്യമാകും. ആ ഇന്നർ പീസ് നിങ്ങൾക്ക് അനുഭവനീയമാകും. നിങ്ങൾ ആത്മാവാണെന്നുള്ള ആ ഒരു ബോധത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കടന്നു ചെല്ലുന്നതായിരിക്കും. ഇത് നമുക്ക് വീണ്ടും ശ്രമിക്കാം. ഇത് ശ്രമിക്കുമ്പോൾ നിങ്ങൾക്കിത് അനുഭവനീയമാവുന്നതേ ഉള്ളൂ. നിങ്ങൾ വളരെ കംഫർട്ടബിളായിട്ടിരിക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. കസേരയിലിരിക്കുന്നവരാണെങ്കിൽ 2 കൈയും കാലും ചേർത്ത് വയ്ക്കാതെ അകറ്റി വയ്ക്കുക. എന്നിട്ട് നിങ്ങൾക്ക് വീണ്ടും ഇത് കണ്ണടച്ചുകൊണ്ട് ശ്രമിച്ചാൽ വളരെ കൂടുതൽ മഹനീയമായിരിക്കും. വലത്തെ കൈയെടുത്ത് ഇടത് നെഞ്ചത്ത് വയ്ക്കുക. എന്നിട്ട് അവിടെ ചോദിക്കുക, ശ്രീ മാതാജി, ഞാൻ ശുദ്ധമായ ആത്മാവാണോ? ശ്രീ മാതാജി, ഞാൻ ശുദ്ധമായ ആത്മാവാണോ? ശ്രീ മാതാജി. ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ചോദിക്കുക, വെളിയിലേക്ക് നിങ്ങൾ ചോദിക്കണമെന്നില്ല. ഞാൻ ശുദ്ധമായ ആത്മാവാണോ? പതുക്കെ കൈ വയറിന് മോൾ ഭാഗത്ത് ഇടത് ഭാഗത്തേക്ക് കൊണ്ടുവരിക. അവിടെ ചോദിക്കുക, ശ്രീ മാതാജി, ഞാൻ എൻ്റെ ഗുരുവാണോ? ശ്രീ മാതാജി, ഞാൻ എൻ്റെ ഗുരുവാണോ? ശ്രീ മാതാജി, ഞാൻ എൻ്റെ ഗുരുവാണോ? പതുക്കെ കൈ നമ്മുടെ അടിവയറ്റിൽ ഇടത് സൈഡിലേക്ക് കൊണ്ടുവരിക. അവിടെ ആദിശക്തി, ആദികുണ്ടലിനി ശ്രീ മാതാജിയോടെ നമ്മുടെ ഉള്ളിൽ കുണ്ടലിനി എനർജിയായി നിൽക്കുന്ന ആ മഹച്ചൈതന്യത്തിനോട്, ആ ലോകത്തിൻ്റെ മുഴുവൻ മാതാവിനോട് ചോദിക്കുക, ശ്രീ മാതാജി, അവിടുത്തെ കാരുണ്യത്താൽ എനിക്ക് ശുദ്ധജ്ഞാനം തന്നാലും. ശ്രീ മാതാജി, പ്ലീസ് ഗീവ് മീ ദ പ്യുവർ നോളേജ്. ശ്രീ മാതാജി, എനിക്ക് ശുദ്ധജ്ഞാനം തന്നാലും. ശ്രീ മാതാജി, എനിക്ക് ദയവായി അവിടുന്ന് ശുദ്ധജ്ഞാനം തന്നാലും. ശ്രീ മാതാജി, അവിടുന്ന് ദയവായി എനിക്ക് ശുദ്ധജ്ഞാനം തന്നാലും എന്ന 6 തവണ ഹൃദയത്തിൽ നിന്നും ചോദിക്കുക. മനസ്സിൻ്റെയോ ബുദ്ധിയുടെയോ തലത്തിലല്ലാതെ ഹൃദയത്തിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് ചോദിക്കുക, ശ്രീ മാതാജി, എനിക്ക് ശുദ്ധജ്ഞാനം തന്നാലും. കൈ പതുക്കെ നമ്മുടെ വയറിന് മോൾ ഭാഗത്ത് ഇടത് ഭാഗത്തേക്ക് കൊണ്ടുവരിക. അവിടെ നിങ്ങൾ ഹൃദയത്തിൽ നിന്നും പറയുക, പൂർണ്ണമായ വിശ്വാസത്തോടുകൂടി, പൂർണ്ണമായ കോൺഫിഡൻസോടുകൂടി പറയുക, ശ്രീ മാതാജി, അവിടുത്തെ കാരുണ്യത്താൽ ഞാൻ എൻ്റെ ഗുരുവാണ്. കാരണം കുണ്ടലിനി അവേക്കനിങ്ങിലൂടെ ധ്യാനത്തിലേക്ക് ഉയരുന്ന ഓരോരുത്തരും അവരുടെ ഗുരുവായി മാറുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പറയുക, ഞാൻ എൻ്റെ ഗുരുവാണ്. 10 തവണ പറയുക, ശ്രീ മാതാജി, അവിടുത്തെ കാരുണ്യത്താൽ ഞാൻ എൻ്റെ ഗുരുവാണ്. ഹൃദയത്തിനുള്ളിൽ നിന്നും പറയുക. പൂർണ്ണമായ തീവ്രമായ ഇച്ഛയോടുകൂടി പറയുക, ശ്രീ മാതാജി, അവിടുത്തെ കാരുണ്യത്താൽ ഞാൻ എൻ്റെ ഗുരുവാണ്. ശ്രീ മാതാജി, അവിടുത്തെ കാരുണ്യത്താൽ ഞാൻ എൻ്റെ ഗുരുവാണ്. 10 തവണ പറയുക. ശ്രീ മാതാജി, ഐ ആം മൈ ഓൺ മാസ്റ്റർ. ശ്രീ മാതാജി, അവിടുത്തെ കാരുണ്യത്താൽ ഞാൻ എൻ്റെ ഗുരുവാണ്. കൈ പതുക്കെ നമ്മുടെ നെഞ്ചിൽ വയ്ക്കുക. പൂർണ്ണമായ വിശ്വാസത്തോടുകൂടി ഈ നിമിഷം നിങ്ങളുടെ പ്യുവർ ഡിസയറോടുകൂടി, നിങ്ങളുടെ ശുദ്ധമായ ഇച്ഛയോടുകൂടി, ഏത് നിമിഷം നിങ്ങളുടെ കുണ്ടലിനി മദറിനോട് നിങ്ങൾ ശുദ്ധജ്ഞാനത്തിന് വേണ്ടി നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്നു, ആ നിമിഷം നിങ്ങളുടെ കുണ്ടലിനി എനർജി ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി. അതുകൊണ്ട് അവിടെ അത് തികച്ചും നിങ്ങൾക്ക് അനുഭവനീയമാകുന്ന രീതിയിൽ അത് പ്രകാശിക്കുന്നതാണ്. ആ പ്രകാശത്തിൻ്റെ വെളിച്ചത്തിൽ നിങ്ങൾ നടക്കാൻ തുടങ്ങുമ്പോൾ ഡാർക്ക്നെസ്, നിങ്ങൾക്ക് ഒരു കാര്യം അറിയാമല്ലോ, ഒരു റൂമിൽ മുഴുവൻ ഇരുട്ടുണ്ടെങ്കിലും നമ്മളൊരു ക്യാൻഡിൽ കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രകാശം കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇരുട്ട് വഴിമാറി കൊടുത്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ മാതിരി എത്ര ഡാർക്ക്നെസ് ഉണ്ടെങ്കിലും ഈ പ്രകാശം പകർന്നു തുടങ്ങിക്കഴിയുമ്പോൾ, ഈ സ്നേഹത്തിൻ്റെ പ്രകാശം പകരാൻ തുടങ്ങിക്കഴിയുമ്പോൾ എല്ലാ ഡാർക്ക്നെസ്സും മാറിക്കൊടുത്തേ പറ്റും. നമ്മുടെ ഇടത് വശത്തുകൂടെ പെടലിയിൽ ചുറ്റിപ്പിടിക്കുക. എന്നിട്ട് വലത്തേക്ക് അല്പം ചരിച്ചു വയ്ക്കുക. അവിടെ പറയുക, ശ്രീ മാതാജി, ഞാൻ പൂർണ്ണമായും നിർദോഷിയാണ്, കയ്യേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ സർവരോടും ക്ഷമിക്കുക. നമുക്ക് ഗുണം ചെയ്തവരും ദോഷം ചെയ്തവരും സുഖം തന്നവരും ദുഃഖം തന്നവരും ഒക്കെ ഉണ്ടാവും. എല്ലാത്തിനോടെയും ക്ഷമിക്കുക. ഫ്രം ദ ഹാർട്ട്, ഫർഗീവ് ടു എവരിബഡി. ഞാൻ എന്നോടും മറ്റ് സർവരോടും ക്ഷമിച്ചിരിക്കുന്നു. എത്ര തവണയെന്നില്ല, നിങ്ങളുടെ ഹൃദയം പൂർണ്ണമായും ശൂന്യമാകുന്നവരെ പറയുക. അത് കഴിഞ്ഞ് കൈയെടുക്കുക, തലയുടെ നേരെ പുറകിൽ വയ്ക്കുക, അല്പം ആകാശത്തിലേക്ക് തല പിടിക്കുക. എന്നിട്ട് അവിടെ പറയുക, ദൈവമേ, ആദിശക്തി മാതേ കുണ്ടലിനി, അറിഞ്ഞോ അറിയാതെയോ ഈ ജന്മമോ കഴിഞ്ഞ ജന്മമോ ഒക്കെ ആയിട്ട് എന്തെങ്കിലും തെറ്റുകൾ എന്നിൽ നിന്നും പറ്റിയിട്ടുണ്ടെങ്കിൽ പൊറുക്കണമേ എന്ന് സർവശക്തനാകുന്ന ദൈവത്തിനോട് ഒരു തവണ നിങ്ങൾ മാപ്പ് ചോദിച്ചാൽ ആ പരമതമ്പുരാൻ നിങ്ങളോട് ക്ഷമിക്കാൻ തയ്യാറായിരിക്കുകയാണ്.
കൈ നല്ലവണ്ണം സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. നമ്മുടെ ശിരസിൽ ആ ബ്രഹ്മരന്ധ്രയുടെ ഭാഗത്ത് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ അവിടെ വയ്ക്കുക. എന്നിട്ട് നല്ലവണ്ണം പ്രസ് ചെയ്ത് ഒന്ന് ചെറുതായിട്ട് മസാജ് ചെയ്തുകൊണ്ട് ഒരു 7 തവണ വലത്ത് സൈഡിലൂടെ റൊട്ടേറ്റ് ചെയ്യുക, ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യുക. എന്നിട്ട് ഹൃദയത്തിൽ നിന്നും റിക്വസ്റ്റ് ചെയ്യുക, ദ ഹൈയസ്റ്റ് കാര്യമായിട്ടുള്ള ആത്മസാക്ഷാത്കാരം ശ്രീമാതാജി, ആ ആത്മസാക്ഷാത്കാരത്തിൻ്റെ പ്രകാശം എന്നിൽ പ്രകാശിക്കുമാറാവണമേ. ശ്രീമാതാജി ദയവായി എനിക്കെൻ്റെ ആത്മസാക്ഷാത്കാരം തന്നാലും, ശ്രീമാതാജി അവിടുന്ന് ദയവായി എനിക്കെൻ്റെ ആത്മസാക്ഷാത്കാരം തന്നാലും എന്ന് 7 തവണ റിക്വസ്റ്റ് ചെയ്യാം. 7 തവണ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പതുക്കെ കൈ ഒരു 1 ഇഞ്ച് 1.5 ഇഞ്ച് ഉയർത്തി ഇങ്ങനെ അവിടെ ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് കുണ്ടലിനി അവിടെ അനുഭവനീയമായിട്ടുണ്ടാവും. ചൂടോ തണുപ്പോ ഒക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം. അതിൻ്റെ അർത്ഥം നിങ്ങളിലെ കുണ്ടലിനി എനർജി ഉയർന്ന് ശ്രീമാതാജിയുടെ കാരുണ്യത്താൽ പരമശക്തനാകുന്ന സർവ്വതമ്പുരാനുമായിട്ട് കൂടി ചേർന്ന് നമ്മൾ യോഗ പ്രാപിച്ചിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. നിങ്ങൾക്ക് അത് ആ കൈ താഴെ വെച്ചിട്ട് വേണമെങ്കിൽ മറ്റേ കൈ കൊണ്ട്, ഇടത്തെ കൈ കൊണ്ട് പതുക്കെ അത് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നതാണ്. അത് നോക്കുക. എന്നിട്ട് പതുക്കെ 2 കൈയും താഴെ വയ്ക്കുക. ശ്രദ്ധ നിങ്ങളുടെ ഇടത് കൈയിലേക്ക് കൊടുക്കുക. ഇടത് കൈയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളത് ഒബ്സർവ് ചെയ്യുക. വലത്തെ കൈയിലേക്ക് പതുക്കെ ശ്രദ്ധ കൊണ്ടുവരിക. പിന്നെ നമ്മൾ ആ തലയുടെ മുകളിൽ നമ്മൾ ആ പ്രസ് ചെയ്ത ഭാഗത്തേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ചിന്തകളില്ലാത്ത ഒരവസ്ഥയിൽ അവിടെ തന്നെ കോൺസെൻട്രേഷൻ കൊടുക്കാൻ കഴിയുന്നുണ്ടാവും. അഥവാ എന്തെങ്കിലും തോട്ട്സുകൾ വരികയാണെങ്കിൽ ഐ ഫർഗീവ് ദിസ് തോട്ട്, ഞാൻ ഈ ചിന്തയോട് ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയുക, അല്ലെങ്കിൽ ജയ് ശ്രീ മാതാജി എന്ന് പറയുക. ആ സമയത്ത് ആ തോട്ട് പതുക്കെ ഇല്ലാതാവുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അങ്ങനെ ചിന്തകളില്ലാത്ത ആ ധ്യാനാവസ്ഥയിലേക്ക്, ആ തോട്ട്ലെസ് അവയർനെസ്സിലേക്ക്, നിർവിചാരിത സ്ഥിതിയിലേക്ക് നിങ്ങൾക്ക് സ്വയം ഉയർത്താൻ കഴിയും. അങ്ങനെ ഇരുന്ന് നിങ്ങൾക്ക് ധ്യാനം ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ഇപ്പം ഇത് ആർക്കൊക്കെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ, ആർക്കൊക്കെ ഇതിലൂടെ ചൂടോ തണുപ്പോ ഒക്കെ ഫീൽ ചെയ്തിട്ടുണ്ടോ, അതൊക്കെ തന്നെ നിങ്ങളിലെ കുണ്ടലിനി എനർജി അവേക്കൻ ചെയ്ത് പരമതമ്പുരാനുമായിട്ട് നിങ്ങൾ യോഗ പ്രാപിക്കുമ്പോഴാണ് അത് സാധ്യമാവുന്നത്. ഇതിൽ ചൂട് ചിലർക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാകാം സഹസ്രാരയിൽ. അതൊന്നും തന്നെ നിങ്ങൾ കാര്യമായിട്ട് എടുക്കേണ്ട കാര്യമില്ല. അത് കാരണം നമ്മളിലെ കുണ്ടലിനി എനർജി അവേക്കൻ ചെയ്ത് നമ്മുടെ ചക്രാസിലൂടെ കടന്നു വരുമ്പോൾ നമ്മുടെ ചക്രാസിനെയൊക്കെ തന്നെ അത് ക്ലെൻസ് ചെയ്യുന്നതാണ് ആ ചൂടായിട്ട് നമുക്ക് വെളിയിലേക്ക് വരുന്നത്. അത് പോകെ നിങ്ങൾ ധ്യാനം ചെയ്യും തോറും അതെങ്ങനെ ക്ലെൻസ് ചെയ്യണം, എങ്ങനെ ക്യൂർ ചെയ്യണം എന്നൊക്കെ, എന്തെങ്കിലുമൊക്കെ ഇൻബാലൻസ് ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെ നമുക്ക് പരിഹരിക്കാം എന്നൊക്കെ തന്നെ വരും ദിവസങ്ങളിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇത് വളരെ വലിയ ഒരു മഹത്തായ വിദ്യയാണ്. നമുക്കൊരിക്കലും ഒരിടത്തും കാശ് കൊടുത്ത് മേടിക്കാൻ കഴിയാത്ത ഒന്നായതുകൊണ്ട് മാത്രമാണ് ഇത് വളരെ സൗജന്യമായിട്ട് ശ്രീമാതാജി ഈ 150ഓളം രാജ്യങ്ങളിൽ ശ്രീമാതാജിയുടെ കയ്യിൽ നിന്നുമുള്ള തന്നെ പൈസ ഉപയോഗിച്ച് ഇത് ലോകം മുഴുവൻ എത്തിക്കുവാൻ തയ്യാറായത്. കാരണം മാനവരാശിയെ സത്യത്തിലേക്ക് ഉയർത്തണം എന്നുള്ള ഒറ്റ ബോധത്തോടു കൂടി ചെയ്ത കാര്യമാണിത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പൂർണ്ണമായ ഗുണം നിങ്ങളെല്ലാവർക്കും അനുഭവനീയമാകുവാൻ ഇടയാകട്ടെ. ലോകം മുഴുവൻ ആ നന്മയുടെ ആ ഒറ്റക്കെട്ടായി ഒരേ സ്നേഹത്തിൻ്റെ കണികകളാണെന്നുള്ള ബോധത്തിലേക്ക് ഉയരുന്നതോടുകൂടി ലോകത്തെ ശാന്തിയും സമാധാനവും സന്തോഷവും സ്ഥാപിക്കുമാറാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. വരും ദിവസങ്ങളിലൊക്കെ ഇതിൻ്റെ തുടർന്നുള്ള എപ്പിസോഡുകൾ നിങ്ങളെല്ലാവരും കാണാനും അതിലൂടെ അതിൻ്റെ പൂർണ്ണ ഗുണങ്ങൾ നിങ്ങൾക്ക് അനുഭവനീയമാകുവാനും നിങ്ങൾ തയ്യാറാകുമാറാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആദിശക്തി ശ്രീ മാതാജി നിർമ്മലാദേവിയുടെ നാമത്തിൽ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു.